ഹായ് ഹലോ, ഞാൻ ഇന്ന് വന്നേക്കുന്നുണ്ടല്ലോ ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. വളരെ എളുപ്പമാണ് ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാൻ ഇവിടെ 400 ഗ്രാം കിങ് ഫിഷ് ആട്ടോ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങയും നമ്മൾ പിഴിഞ്ഞിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്ത് വെക്കണേ. ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ നാരങ്ങനീരും കൂടി ഒഴിച്ചിട്ടേ അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് നമുക്ക് മീനിലോട്ടുണ്ടല്ലോ ഈ മസാല നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഈ മീൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് മോളി എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ്. അപ്പം മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിലോട്ട് ആദ്യം ഞാൻ കുറച്ച് അധികം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെ. നല്ല മണമായിരിക്കും കേട്ടോ ഇതിൽ കിടന്ന് നമ്മുടെ മീൻ വറുത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം നേരം ഫ്രൈ ചെയ്യണ്ട കേട്ടോ, ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയെ. എന്നിട്ട് നമ്മൾ ഇനി കറിയിലിട്ട് വേവിക്കുമല്ലോ, അപ്പൊ നമുക്ക് ഇനി തിരിച്ചിടാം. അങ്ങനെ 2 സൈഡ് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മീൻ കോരിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതേ എണ്ണയിൽ തന്നെയാട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഫിഷ് മോളിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ സവാള കുറച്ച് കട്ട് ചെയ്തെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ചതച്ചെടുത്തത് വേണം, പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും. നമ്മൾ മീൻ വറുത്ത അതേ പാനാട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിലോട്ട് കുറച്ചും കൂടി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ചെറിയ പീസ് പട്ടയും 2 ഏലക്കായും 4 ഗ്രാമ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടി തന്നെ കുറച്ച് ഉലുവയും. ഇനി 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുകൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായിട്ട് മൂത്ത് വന്നതിന് ശേഷം 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് ആട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാള ഒരുപാടിട്ട് മൂപ്പിച്ച് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആക്കണ്ട കേട്ടോ, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞങ്ങളൊക്കെ നല്ല എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ 5 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഏകദേശം വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച മീനുണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മീൻ ഉടഞ്ഞു പോലെ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും. ഇനി നമുക്ക് അടുപ്പിലെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ നല്ലതായിട്ട് തിളച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ തിളയ്ക്കരുത് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവേ. അപ്പോൾ ഒരു തിള വരുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വിനാഗിരി ഒഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 1 സ്പൂൺ നാരങ്ങനീരാണെങ്കിലും മതി കേട്ടോ. ഇനി വേണമെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തക്കാളി ഞാനിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം കേട്ടോ. അതൊക്കെ ഒരു ഭംഗിക്കാണേ. ഒന്നിനും ഒരു കുറവ് വേണ്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഒന്നും കൂടി ഒന്ന് മോടി കൂട്ടാട്ടോ. ഈ മുളകൊക്കെ അരച്ചിട്ടുള്ള മീൻകറി എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എരിവ് കുറഞ്ഞിട്ടുള്ള മീൻകറി കഴിക്കുന്നത് നമ്മുടെ വയറിനും നല്ലതാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫിഷ് മോളി വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.